നിദ്രയിൽ നിറയുന്ന കിനാവിനോടോ കൗമാരം കഴിയുമ്പോൾ നീലിമ കൂടും കാതരം ഇഴികളോടോ ഒന്നിനോട് ഉപമിക്കാൻ കഴിയുന്നില്ല. ഒപ്പത്തിനൊപ്പം ഉപമയും ഉൾപ്രേക്ഷയും ഇവിടെ പരാജയപ്പെടുകയാണ്. സകല വ്യാകരണ നിയമങ്ങളും ഇവിടെ പരാജയപ്പെടുകയാണ്. ആര് പറഞ്ഞു ഞങ്ങൾ ഫൈനലിൽ വന്നില്ലെന്ന്? ഇത് ഫൈനലാണ്, ലൂസേഴ്സ് ഫൈനൽ ആണ്. ഈ ഫൈനൽ മത്സരത്തിനെ പോലും ലജ്ജിപ്പിക്കുന്ന മത്സരം. ഒപ്പത്തിനൊപ്പം അടവങ്കായങ്ങൾ കുത്തിയെറിഞ്ഞുകൊണ്ട് പൈപ്പാടനും കാരിച്ചാലും നടുവിലെ പറമ്പനും ഇടിച്ചുകൊത്തി പാഞ്ഞു വരുന്നു. ശരം വലിച്ചു വിട്ട പോലെ പാഞ്ഞെടുക്കുന്നു. ഓവർ ടു ജോളി എതിരെ. താങ്ക് യു മിസ്റ്റർ DCG ഹരിപ്പാട്. ആവേശകരമായ ചുണ്ടൻ വള്ളങ്ങളുടെ ലൂസേഴ്സ് ഫൈനൽ മത്സരം. 1-ൽ പായിപ്പാട്, 2-ൽ കാരിച്ചാൽ, 3-4 നടുവിലെ പറമ്പന്. ഇതാ തുല്യതയുടെ ഒരു മത്സരം. അതെ, 74, 75, 76, 80, 82, 83, 84, 86, 87, 2000, 2001, 2003, 2008, 2014, 2024 അങ്ങനെ 16 തവണ നെഹ്റു ട്രോഫിയുടെ ഹാട്രിക്കുകൾ നേടിയിട്ടുള്ള കാരിച്ചാൽ പായിപ്പാട് നടുവിലെ പറമ്പില് ഇതാ കുതിച്ചു പായുകയാണ്. ആവേശത്തിന്റെ ലഹരിയിൽ ഒരുപോലെ ഒപ്പത്തിനൊപ്പം ഇഞ്ചു വിടാതെ ആര് മുന്നില്? പായിപ്പാടോ കാരിച്ചാലോ നടുവിലെ പറമ്പിലോ? ജഡ്ജസ് ഔദ്യോഗികമായി വിധി കൽപ്പിക്കട്ടെ. ഇതാ പായിപ്പാടും കാരിച്ചാലും നടുവിലെ പറമ്പിലും കടന്നു പോകുന്നു. അങ്ങനെ കാണികൾ ആകാംക്ഷയോടെ കാത്തിരുന്ന ലൂസേഴ്സ് കഴിയുന്നു. ഇനിയും കാണികൾ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന 71ാമത് അതെ ശ്രീറാം ഫിനാൻസ് നെഹ്റു ട്രോഫി ബോട്ട് റൈസ് പ്രസന്റഡ് ബൈ ഹുണ്ടായ് ഇന്ത്യ ടൂറിസം ആൻഡ് കേരള ടൂറിസം കോപ്പവേഡ് ബൈ സൈക്കിൾ അഗർബത്തി അവന്ത്ര സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ഫെഡറൽ ബാങ്ക് കാനറ ബാങ്ക് ആൻഡ് ആവേശത്തിന്റെ നിമിഷങ്ങൾ ഫൈനലിലേക്ക് എത്തുന്നു. മേൽപ്പാടവും നിരണവും നടുഭാഗ് വിയപുരം തമ്മിലുള്ള മത്സരത്തിന്റെ തുടർന്നുള്ള വിവരണത്തിന് ഞാൻ മൈക്ക് അജു ജോണിലേക്ക് കൈമാറുകയാണ്. Your attention please. You have witnessed the losers final. The losers final in no way loses tempo of a finals. And it should be remembered that the boat race is a congregation that radiates energy and charm. No matter whether you are on a snake boat or on the fringe of the lake, the razor-sharp race to the finishing point with delectable thrusts of oars in the deep blue waters, accompanied by boisterous and full-throated crescendo of voices, encouraging the teams emerging from the weather-beaten faces assembled on the shores, is breathtaking and is inspiring. About class, caste, creed or political affiliations, the boat race affords manifestation of social and cultural solidarity of the people of Kerala. And Kerala is God's own country. It is often mentioned as the blessings of broad sheets of water spread over vast sheets. And then so Nehru Trophy boat race 71st Nehru Trophy boat race grand finale is going to happening here in Punnamada. Track only Melpadam and Pallathuruthi Boat Club, Alan and Aiden Moonudaikan captaincy. Track 2 Niranam Boat Club, KG Abraham. Track 3 Nadubhagam Punnamada Boat Club, Jindo Chomi. നാലാം ട്രാക്കിൽ വിയപുരം ചുണ്ടൻ വില്ലേജ് ബോട്ട് ക്ലബ് കൈനഗരി ബിഫി വർഗീസ്. സോ 4 ചുണ്ടൻ വള്ളങ്ങളുടെ ഗ്രാൻഡ് ഫിനാലെ പോരാട്ടത്തിനതാ പുന്നമട സാക്ഷികളാകാൻ പോവുകയാണ്. വർഷങ്ങളുടെ കാത്തിരിപ്പിന് ശേഷം അറബി നാട്ടിൽ ഖത്തറിന്റെ മണമുള്ള ഖത്തറിൽ കാൽപന്ത് കളിയിൽ നേട്ടങ്ങളുടെ കൂമ്പാരം സ്വന്തമാക്കിയിട്ടും ലോകകപ്പിന്റെ കിരീടമകന്നു നിന്ന ഫുട്ബോളിന്റെ മിഷിഹ ലയണൽ മെസ്സി കിരീടമുയർത്തിയെങ്കിൽ 18 വർഷങ്ങളുടെ കാത്തിരിപ്പിന് ശേഷം റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരു IPLന്റെ കിരീടമുയർത്തിയെങ്കിൽ 2025 71ാമത് നെഹ്റു ട്രോഫിയുടെ കിരീടമാർക്ക് മേൽപ്പാടത്തിനാണോ നിരണത്തിനാണോ അതോ നടുഭാഗത്തിനാണോ അതോ വിയപുരം ചുണ്ടനാണോ? ഇത് പള്ളാത്തുരുത്തി ബോട്ട് ക്ലബിന്റെ
അതിന്റെ കഥയാണ്. ഈ കഥയിലെ നായകൻ ഈ പള്ളാത്തുരുത്തി ബോട്ട് ക്ലബാണ്. കൊടിയേറ്റ് നടത്തിയിട്ടുണ്ടെങ്കിൽ വെടിക്കെട്ട് നടത്തിയിട്ടേ പള്ളാത്തുരുത്തിയും മേൽപ്പാടവും പുന്നമട വിടുകയുള്ളൂ എന്ന് പറയുന്നു. രണ്ടാം ട്രാക്കിലെ നിരണം പറയുന്നു മേൽപ്പാടത്തിനെയും നടുഭാഗത്തിനെയും വീയപുരത്തിനെയും പിടിച്ചു കെട്ടുമെന്ന്. അതോ എവർഗ്രീൻ നൊസ്റ്റാൾജിയ നടുഭാഗം ചരിത്രം തിരുത്തി എഴുതുമോ? വീയപുരത്തിന്റെ മാനസപുത്രൻ പമ്പയുടെ വിരിമാറിലേക്ക് പിറന്നു വീണ വീയപുരം കിരീടമുയർത്തുമോ? ഇനി നടക്കാൻ പോകുന്നത് അത്ഭുതങ്ങൾക്കുമേൽ അത്ഭുതകരമായ ഒരു ഗ്രാൻഡ് ഫിനാലെ എന്ന് തന്നെ പറയണം. ഒരു പക്ഷേ നിന്റെ യുദ്ധത്തിൽ നീ നേരിടാൻ പോകുന്നത് നിന്നേക്കാൾ ശക്തരെയായിരിക്കും. പക്ഷേ അവർക്ക് മുന്നിൽ നീ തോൽക്കില്ല. കാരണം അവരെ പരാജയപ്പെടുത്തുവാനുള്ള കരുത്ത് നിന്റെ ഉള്ളിൽ നിന്ന് വരും. നിന്റെ ജയം ആഗ്രഹിക്കുന്ന ഏറെ ആരാധകരുടെ പ്രാർത്ഥന ഈ 4 ചുണ്ടൻ വള്ളങ്ങളുടെ ടീമുകളിലേക്ക് പ്രവഹിക്കുകയാണ്. ഇരുകരയും വിറയ്ക്കുകയാണ്. പുന്നമട ഈസ് ഗോയിങ് ടു ഷിവർ നൗ. ഇതിൽ പരം ഒരു മത്സരം ഇനി പുന്നമട കാണാൻ പോകുന്നില്ല. ചരിത്രത്തിന്റെ ഭാഗവാക്കാകാൻ പോവുകയാണ്. മേൽപ്പാടം കരയെ ചുറ്റിയൊഴുകുന്ന പമ്പയ്ക്കും അച്ഛൻ കോവിലാറിനും ഇന്ന് ആനന്ദ നിമിഷമാണ്. മേൽപ്പാടത്തിന്റെ കാർഷിക സമൃദ്ധി നൽകുന്ന പാടശേഖരങ്ങളിൽ ഇന്ന് ഉത്സവലഹരിയാണ്. കാലത്തിന്റെ സഞ്ചാരപാതയിൽ എത്രയോ തലമുറ കണ്ട സ്വപ്നം ഇന്ന് സാക്ഷാത്കാരമാകുമോ? നിരണത്തിന്റെ ജനത കണ്ട സ്വപ്നങ്ങൾ ഇന്ന് പൂവണിയുമോ? നടുഭാഗത്തിന്റെ ചരിത്രങ്ങൾ ഇന്ന് ആവർത്തിക്കപ്പെടുമോ? വീയപുരത്തിന്റെ ജനസഹസ്രങ്ങൾക്ക് ഇന്ന് ചരിത്രങ്ങൾ തിരുത്തിക്കുറിക്കാൻ സാധിക്കുമോ? വിറയ്ക്കുകയാണ് പുന്നമട. ഇതിൽ പരം ഒരു സുന്ദര ദൃശ്യം പുന്നമടയിൽ രൂപപ്പെട്ടിട്ടില്ല. ഇതുപോലൊരു ഭംഗി ഇതിനു മുമ്പ് പുന്നമടയ്ക്ക് ഉണ്ടായിട്ടില്ല. ഭൂമിയിൽ ഒരു സ്വർഗമുണ്ടെങ്കിൽ അത് പുന്നമടയായി മാറ്റപ്പെടുകയാണ് എന്ന് തന്നെ പറയേണ്ടി വരും. അതേ, മേൽപ്പാടവും നിരണവും നടുഭാഗവും വീയപുരവും തയ്യാറായി നിൽക്കുമ്പോൾ ഓവർ ടു ജോളിയെതിരെ. താങ്ക് യു. ആവേശകരമായ ഫൈനൽ മത്സരം ഏവരും ആകാംക്ഷയോടെ മുൾമുനയിൽ നിർത്തുന്ന ആവേശകരമായ ഫൈനൽ മത്സരം ഏതാനും നിമിഷങ്ങൾക്കകം ആരംഭിക്കുവാൻ പോകുകയാണ്. മേൽപ്പാടവും നിരണവും നടുഭാഗവും വീയപുരവും തമ്മിൽ പുന്നമടയില ഇതാ നയമ്പ് യുദ്ധത്തിന് സമാഗതമാകുകയാണ്. ഇതാ ഇവിടെ യുദ്ധം ആരംഭിക്കുവാൻ പോകുകയാണ്. അതെ, ചെമ്പകശ്ശേരി രാജാവും കായംകുളൻ രാജാവും പടച്ചട്ടയിട്ട് പടയാളികളെ അണിനിരത്തിയ യുദ്ധത്തിന്റെ യുദ്ധമുറകള് ഇന്നിവിടെ എടുക്കുവാൻ പോകുന്നു. മേൽപ്പാടം പള്ളാത്തുരുത്തി ബോട്ട് ക്ലബ്ബ് കടന്നു വരുവാൻ പോകുന്നു. ഡബിൾ ഹാട്രിക്കിന് വേണ്ടി ഇല്ല, വിട്ടുകൊടുക്കില്ല. നിരണം, നടുഭാഗം, വീയപുരം. ശേഷം വിവരണത്തിന് മൈക്ക് അജു മേൽപ്പാടത്തിലേക്ക്. ആകാശമേലാപ്പിനെ മിന്നിത്തിളങ്ങുന്ന ചന്ദ്രനെ മുത്തം വെക്കുന്നത് വെറും മുത്തശ്ശി കഥ മാത്രമായിരുന്നു. ആഴക്കടലിലെ അത്ഭുത മുത്തുവാരി കൊട്ടാരം കെട്ടുന്നത് വെറും കിനാവ് മാത്രമായിരുന്നു. എന്നാൽ ഇനി പറയുവാനുള്ളത് എഴുതി ചേർക്കപ്പെട്ട തിരക്കഥയല്ല, ഏതോ പാതിരാത്രിയിൽ ഉറക്കം കെടുത്തിയ കിനാവുമല്ല. കൺമുന്നിൽ കാണാൻ പോകുന്ന ദി ഗ്രാൻഡ് ഫിനാലെ ഓഫ് നെഹ്റു ട്രോഫി ബോട്ട് റൈസ് ഇപ്പോഴും ആ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നിശ്ചലമാണ്. ഞാൻ സൂചിപ്പിച്ചതുപോലെ ഒരു സുനാമിക്ക് മുമ്പ് പുന്നമട ഒരൽപ്പം നിശബ്ദമായി നിൽക്കുന്നു. സെക്കൻഡുകൾ പിന്നിട്ടാൽ ഇനി നടക്കാൻ പോകുന്നത് ചരിത്രത്തിന്റെ ഭാഗമായ ഒരു ഫൈനൽ മത്സരമാണ്. ചരിത്രത്തിലേക്ക് ഇടം നേടാൻ പോകുന്ന ഒരു ഫൈനൽ മത്സരമാണ്. വിയർപ്പ് തുന്നിയിട്ട കുപ്പായമാണ് പള്ളാത്തുരുത്തിയുടേത്. നിറങ്ങൾ മങ്ങുകില്ല കട്ടായമെന്ന് പള്ളാത്തുരുത്തി. ലോകക്കണക്കിന് ആരാധകരുടെ കിനാവ് കൊണ്ട് കെട്ടിയ കൊട്ടാരത്തിൽ പള്ളാത്തുരുത്തി നിങ്ങൾ രാജാവാകുമോ? അതോ നിരണമേ നിങ്ങൾ രാജാവാകുമോ? നടുഭാഗം നിങ്ങൾ രാജാവാകുമോ? വീയപുരമേ നിങ്ങൾ രാജാവാകുമോ? ചോദ്യമാണ്, ചോദ്യചിഹ്നമാണ്. ഓവർ ടു ഡി സജി ഹരിപ്പാട്. നന്ദി ശ്രീ അജു മേൽപ്പാടം. നിങ്ങൾ ആവേശത്തിൻ്റെ പുറത്ത് അവിടെ ആ ഫിനിഷിംഗ് പോയിന്റിൽ ഈ അറ്റത്ത് നമ്മളവിടെ സെൻസർ ഉൾപ്പെടെ നിങ്ങൾക്ക് കാണാൻ കഴിയാത്ത പല
എക്യുപ്മെൻസും ഫിറ്റ് ചെയ്തിട്ടുണ്ട്. ദയവ് ചെയ്ത് അവിടെ നിങ്ങൾ നിൽക്കരുത്. നിങ്ങളുടെ സന്തോഷവും ആവേശമൊക്കെ മനസ്സിലാവും. കുറച്ച് അപ്പുറത്തോട്ടോ ഇപ്പുറത്തോട്ടോ മാറി നിൽക്കണം. ഇത് വളരെ വാശിയേറിയ ഒരു മത്സരമാണ്. ദൃശ്യത്തിൽ എന്തെങ്കിലും ചെറിയൊരു വ്യത്യാസം വന്നാൽ അത് നമ്മളെ സംഘാടനത്തെ വലിയ കാര്യമായി ബാധിക്കും. അവിടെ ദയവ് ചെയ്ത് ഒരാളും അവിടെ നിൽക്കരുത്. ആ ഫിനിഷിംഗ് പോയിന്റിൻ്റെ എൻഡിൽ നിൽക്കുന്നത് അനുവദനീയമല്ല. ആ പടിഞ്ഞാറേ കരയിലും അതുപോലെ തന്നെ അതിൻ്റെ ചുവട്ടിൽ ഒരു പെർമനൻ്റ് പോള് വെച്ചിട്ടുണ്ട്. അതിനെയും വിഷ്വൽ തടസ്സപ്പെടുത്തരുത്. ദയവ് ചെയ്ത് ആ പടിഞ്ഞാറേ കരയിൽ മീഡിയ ടവറിൻ്റെ താഴെയുള്ളവരും അവിടെ നിന്ന് മാറിത്തരണം. നമ്മളെ വളരെ വാശിയേറിയ മൈക്രോ മില്ലി സെക്കൻഡുകളുടെ വ്യത്യാസത്തിലെ മത്സരമാണ് നടക്കാൻ പോകുന്നത്. ദയവ് ചെയ്ത് നിങ്ങൾ ഇത് ഒരൊറ്റ മത്സരത്തിന് തീർച്ചയായും സഹകരിക്കണം. നിങ്ങളെല്ലാവരും അവിടുന്ന് ഒഴിവായി തരണം. മത്സരം നിങ്ങളെ വ്യക്തമായി കാണിക്കാൻ നമ്മളുടെ കയ്യിൽ എല്ലാ ദൃശ്യ സംവിധാനങ്ങളുമുണ്ട്. അതുകൊണ്ട് മത്സരഫലം നമ്മൾ നോക്കിക്കൊള്ളാം, നിങ്ങൾ നോക്കണമെന്നില്ല. ആ പടിഞ്ഞാറേ കര കൂടി പോലീസ് ശ്രദ്ധിക്കണം. ദയവ് ചെയ്ത് ഒരാളുടെയും തടസ്സമുണ്ടാവരുത്. Now you will be witnessing the final of the finals. The final race in the snakeboard section. So, NTBR 2025 71ാമത് ഗ്രാൻഡ് ആരംഭിച്ചിരിക്കുന്നു. പുന്നമടയിൽ ഇനി കാണാൻ പോകുന്നത് തിരക്കഥയല്ല, ഇതുവരെ കണ്ടത് കഥ ഇനിയാണ് ആരംഭിക്കുന്നത്. അതേ നിയമങ്ങൾ, അതേ കളികൾ. പക്ഷേ ആരാകും രാജാവെന്ന ചോദ്യത്തിന് മറുപടി തേടി മേൽപ്പാടം വരുന്നു, നിരണം വരുന്നു, നടുഭാഗം വരുന്നു, വീയപുരം വരുന്നു. പമ്പയുടെ വിരിമാറിലേക്ക് പിറന്നു വീണ വീയപുരം പ്രളയങ്ങളെ പോലും അതിജീവിച്ച സുന്ദരമായ വീയപുരം ചുണ്ടൻ. തൊട്ടു പിന്നാലെ നടുഭാഗം വരികയാണ്. ദവഗ്രീൻ നൊസ്റ്റാൾജിയ നടുഭാഗം. രണ്ടാം ട്രാക്കിൽ നിരണത്തിന്റെ മാനസപുത്രൻ നിരണം വരികയാണ്. മേൽപ്പാടം കരയെ ചുറ്റിയൊഴുകുന്ന പമ്പയ്ക്കും അച്ഛൻ കോവിലാറിനും ഇന്ന് ആനന്ദ നിമിഷം നൽകുകയാണ്. മേൽപ്പാടത്തിന്റെ ഉത്സവ ലഹരി ആരംഭിക്കുകയാണ്. കാലത്തിന്റെ സഞ്ചാരപാതയിൽ ഒരു തലമുറ കണ്ട സ്വപ്നം ഇന്ന് പൂവണിയുമോ? മേൽപ്പാടമാണോ, നിരണമാണോ, നടുഭാഗമാണോ? ലോകക്കണക്കിന് ആരാധകരുടെ ഹൃദയത്തുടിപ്പിന് വള്ളംകളിയുടെ താളമായി മാറുകയാണ്. പുന്നമടയെ തഴുകിത്തലോടിപ്പോകുന്ന ഇളം കാറ്റിൽ നിന്ന് അടങ്ങാത്ത ആവേശത്തിന്റെ ഗന്ധമാണ്. ഇത് ആരുടെ കഥയാകും? ഇത് പളാത്തുരുത്തി ബോട്ട് ക്ലബിന്റെ കഥയാകുമോ? അതോ നിരണം ബോട്ട് ക്ലബിന്റെ കഥയാകുമോ? അതോ പുന്നമട ബോട്ട് ക്ലബിന്റെ കഥയാകുമോ? അതോ വില്ലേജ് ബോട്ട് ക്ലബ് കൈനഗരി ചരിത്രം തിരുത്തി എഴുതുമോ? ചോദ്യങ്ങൾ ഉയരുകയാണ്. ഇരുകരയിലും ലക്ഷക്കണക്കിന് ആരാധകർ ഇരമ്പല കൊണ്ട് വിറപ്പിക്കുകയാണ് പുന്നമടയെ. ഇത് സാക്ഷികളാകുന്നവർ അത്ഭുതകരമായ കാഴ്ച കണ്ട ഭാഗ്യവാന്മാർ എന്ന് വിളിക്കപ്പെടും. ആകാശമേ കേൾക്ക, ഭൂമിയെ ചെവി തരിക. 71ാമത് നെഹ്റു ട്രോഫി ഗ്രാൻഡ് ഫിനാലെ. ഓവർ ടു ദി സജി ഹരിപ്പാട്. അജു മേൽപ്പാടം. കാണികളുടെ നെഞ്ചിടിപ്പിന് മിന്നൽ പിണറിന്റെ വേഗത. ശ്വാസം നിലയ്ക്കുന്നു, രക്തയോട്ടം നിലയ്ക്കുന്നു, ഹൃദയം നിശ്ചലമാകുന്നു. ഈ പുന്നമടയുടെ കരകൾ പ്രകമ്പനം കൊള്ളുന്നു. ആയിരങ്ങളുടെ ആരവങ്ങൾ കേൾക്കുന്നില്ലേ? ആയിരങ്ങളുടെ ആർപ്പുവിളികൾ കേൾക്കുന്നില്ലേ? 71ാമത് നെഹ്റു ട്രോഫി മേൽപ്പാടത്തേക്ക് പോകുമോ? അതോ നിരണത്തേക്ക് പോകുമോ? അതോ നടുഭാഗത്തേക്ക് പോകുമോ? അതോ വീയപുരത്തേക്ക് പോകുമോ? ഡബിൾ ഹാട്രിക് ലക്ഷ്യവുമായി ഒന്നാം ട്രാക്കിൽ മേൽപ്പാടം പള്ളാത്തുരുത്തി ബോട്ട് കപ്പ്. രണ്ടാം ട്രാക്കിൽ നിരണം ബോട്ട് കപ്പ്. മൂന്നാം ട്രാക്കിൽ നടുഭാഗം പുന്നമട ബോട്ട് കപ്പ്. നാലാം ട്രാക്കിൽ വീയപുരം
വില്ലേജ് ബോർഡ് ക്ലബ്, കൈനഗരിയുടെ വിയപുരം, മേൽപ്പാടം BBC-യുടെ മേൽപ്പാടം അലനും എയ്ഡൻ മൂന്ന് തൈക്കൽ ക്യാപ്റ്റന്മാരായിട്ടുള്ള മനോജ് PP ലീഡിംഗ് ക്യാപ്റ്റനായിട്ടുള്ള മേൽപ്പാടം 1-ൽ, 2-ൽ നിരണം KG എബ്രഹാം ക്യാപ്റ്റനായിട്ടുള്ള രാഹുൽ പ്രകാശ് ലീഡിംഗ് ക്യാപ്റ്റൻ നിരണം. നടുഭാഗം പുന്നമടയുടെ വിയപുരം വില്ലേജ് ബോർഡ് ക്ലബ് കൈനഗരിക്ക് കഴിഞ്ഞ വർഷത്തെ ആ കടം വീട്ടാൻ പറ്റുമോ? എന്തൊരു മത്സരം! കോടി കോടി പുരുഷാന്തരങ്ങൾ മുത്തുചൂടിച്ച സംസ്കാര ചക്രവാളങ്ങളെ സാക്ഷി നിർത്തി മേൽപ്പാടം നിരണം നടുഭാഗം വിയപുരം ഓവർ ടു ജോളി എതിരെ നെപ്പോളിയനും ഇംഗ്ലണ്ടും ഏറ്റുമുട്ടിയ വാട്ടർലി യുദ്ധം പോലെ മേൽപ്പാടവും നിരണവും നടുഭാഗവും വിയപുരവും തമ്മിൽ പൊരിഞ്ഞു പോരാടുന്നു. 1-ൽ വിയപുരം, മേൽപ്പാടം 2-ൽ നിരണം, 3-ൽ നടുഭാഗം, 4-ൽ വിയപുരം. ഒരുപോലെ ഒപ്പത്തിനൊപ്പം ഇഞ്ചു വിടാതെ ആരാണ് മുൻപിൽ, ആരാണ് മുൻപിൽ? ചോദ്യങ്ങൾ ഏറെയാണ്. ഇതാ വിജയത്തിന്റെ വിജയഗാഥ രചിക്കുന്നവര്, ഓളപ്പരപ്പിലേക്ക് ഇടിനാദം പോലെ കടന്നു പോകുന്നവര്, അങ്ങനെ ആവേശത്തിന്റെ തിരമാലകള് ആർപ്പവിളിയുടെ താളത്തില് ആവേശത്തിന്റെ ഉൾക്കരുത്തില് കടന്നു പോകുന്നു. നടുഭാഗവും വിയപുരവും കടന്നു പോകുന്ന മനോഹരമായ ദൃശ്യം. 1-ാം ട്രാക്കില് 6-ാം finals. It was a razor sharp finals. 1-ാം ട്രാക്കിൽ മേൽപ്പാടം പള്ളാത്തുരുത്തി ബോർഡ് ക്ലബ്ബ് തുഴഞ്ഞു. അലനാന്റെ എയ്ഡൻ മൂന്ന് തൈക്കല്, 2-ല് 19-ാം നമ്പർ നിരണം ബോർഡ് ക്ലബ്ബ് KG എബ്രഹാം, 3-ൽ 13-ാം നമ്പർ The naked eye cannot predict who has won നടുഭാഗം പുന്നമട ബോർഡ് ക്ലബ്ബ് തുഴഞ്ഞു. 4-ൽ 1-ാം നമ്പർ വള്ളം വിയപുരം തുഴഞ്ഞു. വില്ലേജ് ബോർഡ് ക്ലബ്ബ് ഇനിയും it was all enthusiasm. It was fire on water. Nadubagam, Viyapuram, Niranam and Melpadam. All these boats are famous in their ways. Viyapuram Panchayat is the headquarters of many famous snake boats. But a snake boat with the name of Viyapuram was made through only few years back. And Melpadam, a comparatively new boat, is owned this year by Pallathurthi Boat Club. Pallathurthi Boat Club owned Karisha last year to the finishing point and emerged champions. So it cannot be predicted. Let us wait for the official results. And in the style of oaring of the Alappuzha or the Kuttanad style, Kollam style and Ernakulam style are different. In the snake boat, there are 8 one-oarsmen or Ottathurakar behind the onion. Behind them, sitting on the edge plaque, there are 22 to 28 pair of oarsmen rowing on one side each. Behind them, sitting on the box, there are 6 oarsmen called box oarsmen. There are also the Indians or one who plays beats. The oarsmen sitting on the lower level amount to 64. Thank These you, 64 oarsmen are considered to be a representation of 64 arts. താങ്ക് യു സാർ. 71ാമത് ശ്രീറാം ഫിനാൻസ് നെഹ്റു ട്രോഫി ബോട്ട് റൈസ് presented by Hyundai, Indian Tourism and Kerala Tourism, co-powered by Cycle Agabarthi, Avandra, അതുപോലെ തന്നെ ഫെഡറൽ ബാങ്ക്, കാനറ ബാങ്ക്, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ആൻഡ് സ്റ്റീൽ അതോറിറ്റി ഓഫ് ഇന്ത്യ. ഇങ്ങനെ കായിക കേരളത്തിന്റെ ചരിത്രത്തിലേക്ക് ഈ 71ാമത് നെഹ്റു ട്രോഫി ജലോത്സവത്തിന്റെ കലാശപ്പോര് അവസാനിച്ചു. 1-ാം ട്രാക്കിൽ മത്സരിച്ചത് മേൽപ്പാടം, 2-ാം ട്രാക്കിൽ മത്സരിച്ചത് നിരണം, 3-ാം ട്രാക്കിൽ മത്സരിച്ചത് നടുഭാഗം, 4-ാം ട്രാക്കിൽ മത്സരിച്ചത് വിയപുരം. ജഡ്ജസ് ആണ് ഔദ്യോഗികമായി വിധി കൽപ്പിക്കുവാൻ പോകുന്നു. ഏതാനും നിമിഷങ്ങൾക്കകം ആര് ജയിച്ചു, ആരാണ് 71ാമത് നെഹ്റു ട്രോഫിയിൽ വിജയിച്ചത് എന്ന് ഇത് ഏതാനും നിമിഷങ്ങൾക്കകം ഇവിടെ അറിയിക്കും. കമന്ററി ബോക്സിൽ 71ാമത് നെഹ്റു ട്രോഫി ജലോത്സവത്തിന്റെ കമന്ററി ബോക്സിൽ ഞാൻ ചമ്പക്കുളം ജോളി എതിരേറ്റ് ഡി സജി ഹരിപ്പാട്, അജു മേൽപ്പാട്, പ്രൊഫസർ ചെറിയാൻ അലക്സാണ്ടർ, അധീന സോണി കെ, എല്ലാവർക്കും നമസ്കാരം. പ്രധാന പവലിയനിലേക്ക് ഞങ്ങൾ മൈക്ക് കൈമാറുകയാണ്.